ചില ആയത്തുകൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് വായിക്കുന്നതും 2025 ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് വായിക്കുന്നതും വളരെ വ്യത്യസ്തമുള്ളതായി അനുഭവപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹു തന്റെ അനുഗ്രഹങ്ങളെ പരാമർശിക്കുന്നിടത്ത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് അള്ളാഹു ഭൂമിയെ വാസയോഗ്യമാക്കി സൗകര്യപ്പെടുത്തുന്നിരിക്കുന്നു എന്നത്. വജഅലലക്കുമുൽ അർള ദലൂല, നിങ്ങൾക്ക് അള്ളാഹു ഭൂമിയെ വിധേയപ്പെടുത്തുന്നിരിക്കുന്നു എന്ന്. എന്നാൽ AD 600-കളിൽ ഭൂമി മാത്രമാണ് പ്രപഞ്ചമെന്ന് പലരും തെറ്റിദ്ധരിക്കുകയും മറ്റ് ഗ്രഹങ്ങളുടെ സവിശേഷതകളെ പൂർണ്ണമായും മനസ്സിലാക്കുകയും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഈ ആയത്തിന്റെ അകക്കാമ്പ് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. എന്നാൽ 2025-ൽ 400 ബില്യണോളം നക്ഷത്രങ്ങളും 100 ബില്യണിലധികം വരുന്ന ഗ്രഹങ്ങളും കണ്ടെത്തപ്പെടുകയും അവയിലൊന്നും ഭൂമിയെപ്പോലെ എക്യുപ്മെന്റ്സിന്റെ സഹായമില്ലാതെ സരളമായ ജീവിതം സാധ്യമല്ലെന്ന് മനസ്സിലാക്കുകയും 430 ഡിഗ്രി സെൽഷ്യസിലധികം താപനിലയുള്ള മെർക്കുറിയുടെയും വാതകോപരിതലം മാത്രമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ജുപ്പിറ്ററിന്റെയും സാറ്റേണിന്റെയും എല്ലാം ഇടയിൽ വജഅലലക്കുമുൽ അർള ദലൂല, നിങ്ങൾക്ക് അല്ലാഹു ഭൂമിയെ സൗകര്യപ്പെടുത്തുന്നിരിക്കുന്നു എന്ന ആയത്തിന്റെയും വജഅലലക്കുമുൽ അർള ഫിറാശ, നിങ്ങൾക്ക് അല്ലാഹു ഭൂമിയെ ഒരു പരവതാനി പോലെ സൗകര്യപ്പെടുത്തുന്നിരിക്കുന്നു എന്ന ആയത്തിനും ലഭിക്കുന്ന മാനങ്ങൾ വ്യത്യസ്തമാണ്. അതോടൊപ്പം സൂറത്ത് യാസീനിലെ 40-ാം ആയത്തിൽ എല്ലാ ഗോളങ്ങളും അതിന്റെ ഉപരിതലത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനോട് തൊട്ടടുത്ത് ഭൂമിയിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്നും അല്ലാഹു പറഞ്ഞു വെക്കുന്നുണ്ട്.